നമസ്കാരം. മാർച്ച് 8-ന് നമ്മൾ ലോക വനിതാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തുല്യമായ പരിഗണന ഇപ്പോഴും കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെ സമൂഹത്തിൽ തുല്യരായി കാണാനും അതേപോലെ തന്നെ അവർക്ക് മാന്യമായ പദവി കിട്ടാനും നമ്മൾ സംവരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും ഇന്നും അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്. പ്രശസ്ത സാഹിത്യകാരനായ എം മുകുന്ദൻ എഴുതിയ ആണിനെയും പെണ്ണിനെയും കുറിച്ച് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അത് ശരിക്കും ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ അവർക്കൊരു കുഞ്ഞുണ്ട്. ഇപ്പോൾ രാവിലെ ആണ് ഈ കഥ തുടങ്ങുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ആ ഭാര്യ അടുക്കളയിൽ വലിയ ജോലിയിലാണ്. അവർക്ക് പിടിപ്പത് ജോലിയുണ്ട്. കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കണം, കുളിപ്പിക്കണം, സ്കൂളിൽ വിടണം, അതേപോലെ തന്നെ അടുക്കളയിൽ ചെന്നിട്ട് ആഹാരം പാചകം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ചായ രാവിലെ തിളപ്പിച്ച് റെഡിയാക്കി ഒരു ഗ്ലാസ്സിലൊഴിച്ച് മേശപ്പുറത്തുകൊണ്ട് വയ്ക്കും. എന്നിട്ട് ഭർത്താവിനോട് പറയും, എഴുന്നേൽക്ക്, സമയം 8 മണിയായി. നീ ആ ചായ എടുത്തു തന്നെ. ചായ കാച്ചി തന്നാലും പോരാ, എടുത്ത് കൈ തരണോ? വേണോ എടുത്ത് കുടിച്ചോ. നീ ചായ കൊണ്ടൊന്നും തന്നില്ലെങ്കിലേ ഞാനിവിടെ എഴുന്നേക്കൊന്നും വിചാരിക്കണ്ട. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഒരു 100 കൂട്ടം പണികളാ അതിനിടയ്ക്കാ. ഇങ്ങോട്ട് വാവച്ചേ. കുട്ടികൃഷ്ണ മുതലാളിയുടെ മോനാ ഞാൻ. പെണ്ണുങ്ങളെ വരച്ച വരെ നിർത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം. ബാലകൃഷ്ണൻ വിചാരിക്കുകയാണ്, ഇതെന്തൊരു കഥ? സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ പറയുന്നത് പോലെ നടക്കേണ്ട ഒരു ആളാണ്, അല്ലാതെ നമ്മളെ ഇങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ആളല്ല. നമ്മൾ പറഞ്ഞാൽ അതനുസരിക്കണം. എൻ്റെ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയായിരുന്നു. എൻ്റെ അച്ഛൻ വളരെ ഉഗ്രപ്രതാപിയായിരുന്നു, കുട്ടികൃഷ്ണൻ മുതലാളി. അദ്ദേഹം ഒരിക്കൽ അമ്മ വഴക്കുണ്ടാക്കിയപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, ആട്ടും തുപ്പും കേട്ടും അടുത്തപ്പോ ഒരു ദിവസം വെറുതെ ഞാനങ്ങ് പറഞ്ഞു പോയി, ഞാൻ എന്റെ വീട്ടിൽ പോകാന്ന്. എന്തിനാ പോകുന്നത്? നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? 3 നേരം തിന്നാൻ തരുന്നില്ലേ? ഇടാനും ഉടുക്കാനും തരുന്നില്ലേ? നിങ്ങൾ ആട്ടും തുപ്പും കേട്ട് എത്ര കാലം എങ്ങനെ ജീവിക്കാം? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 7 മക്കൾക്ക് സുഖമായി കഴിയാനുള്ള വക ഞങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വലിഞ്ഞേറി വന്നൊന്നുമല്ല. എന്നോട് ഇങ്ങനെയൊക്കെ പറയാനും നിനക്ക് നാവ് ബന്ധു അല്ലേ? അതിന് കടന്ന ഞാനൊരു 10 നീട്ടും. കാണിച്ചുതരാം. ഓ, ഇത് ഒരു കഥ, അതായത് സ്ത്രീക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കുന്നില്ല, അത് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു തീം വരുന്ന ഒരു കഥയാണ് എം മുകുന്ദൻ്റെ ആണിനെയും പെണ്ണിനെയും കുറിച്ച്. ഇത് ഞാനൊരിക്കൽ ടെലിഫിലിമിൽ ആക്കിയിട്ടുണ്ട്. ഈ ടെലിഫിലിമിൽ ആലുമൂടൻ, ബോബൻ ആലുമൂടൻ, അതുപോലെ സംഗീത തമ്പി, അതുപോലെ GK പിള്ള, നമ്മുടെ പ്രശസ്തനായ നടൻ GK പിള്ള അഭിനയിച്ച അങ്ങനെ ഒരു വലിയ താരനിര ഉണ്ടായിരുന്ന ഒരു ടെലിഫിലിമാണ്. അത് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമുക്കിനി ഈ കഥയിലേക്ക് വരാം. ബാലകൃഷ്ണൻ ചായ കുടിക്കാൻ കൂട്ടാക്കിയില്ല. അയാൾ നേരെ ഒരു കടയിലോട്ട് പോയി. അങ്ങനെ ഒരു പതിവില്ല. ഇപ്പോൾ കാണുന്ന ആൾക്കാർ, വഴിയിൽ അദ്ദേഹത്തെ കാണുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇതെന്താ സാറ് ഇവിടെ? അപ്പോൾ അയാൾ പറഞ്ഞു, അത് എനിക്ക് കുറച്ച് സമയമുണ്ട്, ഏതായാലും ഞാനൊന്ന് ഇറങ്ങിയതാണ്, ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. അയാൾ പറയുകയാണ്, മനസ്സിൽ പറയുകയാണ്, എന്നെ എല്ലാവരും പുകഴ്ത്തുന്നു, പക്ഷേ വീട്ടിൽ ചായ ഇല്ലാത്തതുകൊണ്ടാണ്, ചായ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് കുടിക്കുന്നതെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. ശരിക്കും ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ, അതെങ്ങനെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും? അയാൾ എന്നിട്ട് അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഓഫീസിൽ നിന്ന് MD വിളിച്ചു, പെട്ടെന്ന് വരണം, ടൂർ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, പെട്ടെന്ന് വരണം, അത്യാവശ്യമുണ്ട്. അങ്ങനെ അയാൾ പെട്ടെന്ന് റെഡിയായി നേരെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ആ ഓഫീസർ ഇച്ചിരി കടുംപിടുത്തക്കാരിയാണ്, അദ്ദേഹത്തെ വഴക്കൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ തിരിച്ച് അദ്ദേഹം ആലോചിച്ചുകൊണ്ട് പോകുക. അതായത് തിരിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓഫീസറായിട്ടും ആ MD അവിടുത്തെ സ്റ്റാഫായിട്ടും അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ് ബാലകൃഷ്ണൻ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇയാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവുക. പെട്ടെന്ന് ഒരു അപകടത്തിൽ പെടാൻ പോകും, ഇടിക്കാൻ പോകും. അപ്പോൾ അയാളുടെ കോൺസെൻട്രേഷൻ അതായിരുന്നുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അങ്ങനെ അയാൾ ഓഫീസിൽ ചെല്ലും. ഓഫീസിൽ ചെല്ലുമ്പം അയാൾ വിചാരിച്ചിരിക്കുന്നത് MD വന്നിട്ടില്ല എന്നാണ്. അപ്പം അവിടുന്ന് പ്യൂൺ വന്ന് പറയും, MD നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ MDയെക്കുറിച്ച് കുറച്ച് പരദൂഷണം പറയും. അപ്പോൾ അയാൾ പറയും, അല്ല, അടുത്ത മുറിയിലുണ്ട്, നിങ്ങൾ പെട്ടെന്ന് ചെല്ല്, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മുറിയിലോട്ട് കയറുമ്പോഴത്തേക്ക് MD നല്ല ഫയറിങ് കൊടുക്കും. MD പറയും, എനിക്ക് ബോംബെയിലെ വല്ലാത്ത ഹീറ്റിൽ, ചൂടിൽ വളരെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അത് നിങ്ങൾ കാരണമാണ്, ഇത് മേലാൽ ഉണ്ടാവരുത്, റിപ്പീറ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവർ പെട്ടെന്ന് പറയും, എൻ്റെ ഈ ചായക്കപ്പ് എടുക്കാനായിട്ട് ശങ്കരേട്ടനോട് പറയുമെന്ന് പറയും. അപ്പോൾ ശങ്കരേട്ടൻ എന്ന് പറഞ്ഞാൽ പ്യൂണാണ്.
അപ്പം അയാൾ പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇവരെ പ്ലീസ് ചെയ്യാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ, ആ ചായക്കപ്പ് ഞാൻ തന്നെ എടുക്കാം. അങ്ങനെ അയാൾ ആ ചായക്കപ്പ് എടുത്ത് പതുക്കെ പുറത്തേക്ക് നടക്കുമ്പോഴത്തേക്ക് അയാൾ ആലോചിച്ചു, ഇത് എൻ്റെ ഭാര്യ കാണരുത്, അവൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഓഫീസിൽ വരികയാണെങ്കിൽ ഇതവൾ കാണരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാതിൽ തുറക്ക് അവൾ മുന്നിൽ. പെട്ടെന്ന് അയാൾ വല്ലാതായി. അപ്പം തൻ്റെ തനിനിറം ഭാര്യയ്ക്ക് മനസ്സിലായി. വീട്ടിൽ ചായ എടുത്ത് കുടിക്കാൻ തയ്യാറാത്ത ആൾ ഓഫീസിൽ വന്ന് MDയുടെ കപ്പെടുത്തിരിക്കുന്നു. ഈ കാഴ്ച പ്രസന്നെ എങ്ങാൻ കണ്ട, എന്റെ ദൈവമേ. പെട്ടെന്നാണ് അയാൾക്ക് തോന്നിയത്, ഇല്ല, ഭാര്യ വന്നിട്ടില്ല. അപ്പോൾ അയാൾക്ക് ആശ്വാസമായി. അയാളുടെ തോന്നൽ മാത്രമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഭാര്യയെ കരുതുന്നത് എങ്ങനെയാണ്? തുല്യരായിട്ടല്ല. അതാണ് കുട്ടിക്കൃഷ്ണൻ മുതലാളിയും ബാലകൃഷ്ണൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരു പാഠം മനസ്സിലാക്കാം. ഭാര്യ എന്ന് പറയുന്നത് ഭരിക്കപ്പെടേണ്ടവളല്ല, ഒരേപോലെ ഭർത്താവിനോടൊപ്പം തന്നെ നിന്ന് കുടുംബകാര്യങ്ങൾ കൊണ്ടുപോകേണ്ട ഒരാളാണ്. അങ്ങനെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഈക്വൽ സ്ഥാനമാണ് സ്ത്രീക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള പാഠമാണ് ആണിനെയും പെണ്ണിനെയും കുറിച്ച് എന്ന് പറയുന്ന ഈ കഥ നമുക്ക് തരുന്നത്. ഇതിലെ ബാലകൃഷ്ണന്റെ റോള് അഭിനയിച്ചത് ബോബൻ ആലുമൂടനാണ്, പ്രശസ്ത സിനിമാ നടൻ ആലുമൂടന്റെ മകൻ. വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഇപ്പം നമുക്കറിയാം, പ്രായം നമ്മിൽ മോഹം നമ്മിൽ എന്ന് പറയുന്ന ഒരു പാട്ടില്ലേ, അവിടെ അദ്ദേഹമായിരുന്നല്ലോ. അതിനകത്ത് നായികയായിട്ട് പ്രസന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത് സംഗീത തമ്പി, അഡ്വക്കേറ്റാണ്. നിങ്ങൾക്കറിയാം, സിനിമയിലും സീരിയലൊക്കെ ഒരുപാട് സജീവമായിരുന്നു സംഗീത തമ്പി. പക്ഷേ എനിക്ക് ഓർമ്മ വരുന്നത് വേറൊന്നാണ്. അതിനകത്ത് നമ്മുടെ പ്രശസ്ത നടൻ GK പിള്ള, അദ്ദേഹം കുറേ നാൾ പട്ടാളത്തിലൊക്കെ ആയിരുന്നല്ലോ, പ്രശസ്ത നടൻ GK പിള്ള, അദ്ദേഹം അഭിനയിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ ഈ ലൊക്കേഷനിൽ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ സാറിനാണ് വിളിക്കുന്നത്. ഒരു ഗ്യാപ്പിൽ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കത് വല്ലാതെ ഓക്വേർഡായിട്ട് തോന്നുന്നു, എന്നെ സാറിന് വിളിക്കുന്നു, എന്നെ സാറിന് വിളിക്കുന്നത്, എൻ്റെ പേര് വിളിച്ചാൽ മതി. അങ്ങനെയല്ല, ഇത് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഡയറക്ടറാണ്. അപ്പം ഞാൻ നിങ്ങളെ സാർ എന്നേ വിളിക്കുള്ളൂ, അത് മാറ്റാൻ എന്നോട് പറയരുത്. അതാണ് GK പിള്ള. അദ്ദേഹം വലിയൊരു നടനാണ്, വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ കാലം ഒരുപാട് പുരോഗമിച്ചു. ഇപ്പം നമ്മൾ 2024 എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സ്ത്രീകൾ എല്ലാ രംഗത്തും, ഏത് രംഗത്താണ് അവർ ഇല്ലാത്തത് എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇപ്പം നമുക്കറിയാം, തെങ്ങ് കയറുന്ന സ്ത്രീകളുണ്ട്. ഇപ്പോൾ ബഹിരാകാശത്താണ്, നമുക്കറിയാം. ആ പരിവേഷണ രംഗത്ത് അതുപോലെ ഇപ്പോൾ കൽപ്പന ചൗള, അതുപോലെ സുനിത വില്യംസ്, അതുപോലെ ADGPമാരായിട്ട് സ്ത്രീകൾ, അതുപോലെ ആംബുലൻസ് ഓടിക്കുന്നവർ, ഇങ്ങനെ ഏത് രീതിയിലും സ്ത്രീകൾ മുൻപിലാണ്. അപ്പോൾ അവർക്ക് പക്ഷേ കുറേ കൂടി മുന്നോട്ട് വരാനുണ്ട്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകാനും നമ്മൾ ശ്രമിക്കണം. അപ്പം നമുക്ക് പെൺമക്കളുണ്ട്, സഹോദരിമാരുണ്ട്. അവരെയൊക്കെ പിന്നോട്ട് നിൽക്കുന്നവരാണെങ്കിൽ കൂടിയും അവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണം. ഈ മാർച്ച് 8 എന്ന് പറയുന്നത് വനിതാ ദിനം ആചരിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. അതിനൊരു പ്രേരണയാവട്ടെ ഈ മാർച്ച് 8 എന്ന് പറയുന്ന വനിതാ ദിനം.